നീ കളിച്ചു കഴിഞ്ഞെങ്കിൽ അവളുടെ അടുത്തേക്ക് ചെല്ലും. ഇവിടെ ഫുള്ള് ഇരുട്ടാണല്ലോടാ സച്ചിട്ട. ഒരു ലൈറ്റ് പോലും ഇല്ല. നമ്മൾ എങ്ങനെയാ പോകുന്നത്? അയ്യോ, നീ ഒന്ന് ബഹളം വെക്കാതെ വന്നേ. അതിനല്ലേ എന്റെ കയ്യിൽ ഈ ലൈറ്റ് ഉള്ളത്. നമുക്ക് ഇത് അടിച്ച് പോയാ പോരെ? അല്ല, നിങ്ങൾ മൂന്നുള്ള ഈ പാതിരാത്രി ഇവിടെ എന്ത് ചെയ്യാ? നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഫ്ലാഷ് ബാക്ക്. ഇവിടെ കാണാൻ എന്തോ ഭംഗിയല്ലേ? അച്ഛൻ പറഞ്ഞു നാളെ ഇവിടത്തെ കാബും കൊളാബും കൊണ്ട് കാണിച്ചു തരാമെന്ന്. അല്ല, മൂന്നാളും എന്ത് ചെയ്യാ ഇവിടെ? അത് പിന്നെ അതൊന്നുമില്ല മക്കളെ, അതിനകത്ത് കൊറേ പഴയ സാധനങ്ങൾ വാരിയിട്ടിരിക്കുന്നതാ. ഇവിടെ കൊറേ പെരിച്ചാഴികളുണ്ട്. അതൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി വന്നാൽ എല്ലാരെയും കടിക്കില്ലേ, പിന്നെ എന്തെങ്കിലും അസുഖം വരും. അതുകൊണ്ട് നിങ്ങളും ഇങ്ങോട്ട് വരാൻ പാടില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളെ അതൊക്കെ നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളെ കടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരും. അതുകൊണ്ട് ഈ റൂമിന്റെ സൈഡിലോട്ട് വരാനേ പാടില്ല. ചെല്ല് മൂന്നാളും, ചെല്ല് മൂന്നാളും പോയി കിടന്ന് ഉറങ്ങും. നീ ഇവിടെ നിൽക്കാനോ? നീയോ? നീ എന്താ ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോയത്? ആന്റി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമില്ല. സേറ, നീ ഓക്കെ അല്ലേടാ? അമ്മ ഓക്കെ. നീ പൊയ്ക്കോ, എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം. ഇവള് ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇവളെന്തിനാ ഈ രാത്രി തനിച്ചവിടെ ഇരിക്കുന്നത്? മിണ്ടാതെ പോവാ. ഇത്ര നേരം നീ ഇവിടെ ആയിരുന്നു കോപ്പെ? നോക്കിയിരുന്നു അടുത്തു. ഇല്ലടാ കോപ്പെ, നിന്റെ ഗഡ്ഡിയൊക്കെ ഞാൻ വായുഗുളിയാ വാങ്ങാൻ പോയിരുന്നു. ഞാൻ അടുത്ത് വിളിച്ചോളാം. എന്റെ പൊന്നോ, രണ്ടും കൂടെ കിടന്ന് അടി കൂടാതെ ഒന്ന് ഒഴിക്കുന്നുണ്ടോ? നീ എന്തിനാടാ പുല്ലേ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? അടിച്ച് നിന്റെ കിളിയൊക്കെ പോയോ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കായിരുന്നു. അല്ല, മൂന്നാൾ ഇവിടെ ഇരുന്ന് കഴിക്കാണോ? ഉറങ്ങണ്ടേ നമുക്ക്? വന്നേ. ഞാനും ഇവരുടെ കൂടെ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഇറങ്ങാൻ പോവാം. അജു, നീ എവിടെ നിൽക്കുക? നീ വരുന്നില്ലേ? ആടി, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വന്ന് ഞാൻ വാതിൽ തുറന്നു തരും. പിന്നീട് വന്ന് ഞാൻ തുറന്നു തരില്ല കേട്ടോ.
അങ്ങനെ പറയല്ലേ. ഞാൻ കട്ടാക്കല്ലേ കട്ടാക്കി. എന്തിനാ വിളിച്ചിരിക്കുന്നത്? എഴുന്നേറ്റ് പോടാ. ഞാൻ പോവാ, നമുക്ക് രാവിലെ കാണാം. ലോക്ക് ചെയ്തെന്നാ തോന്നുന്നു. വരാനൊക്കെ ഇല്ലല്ലോ. ജുവൽ തുറക്കുന്നുണ്ട്. എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല. എന്റെ ഭാര്യ ഇതല്ല പറയാൻ വന്നേന്ന് എനിക്കറിയാം. എന്താന്ന് വെച്ചാ കാര്യം പറ. ഒന്ന് പറയടോ. അത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം അവളെന്താ മൂടാക്കായതുപോലെ. അവൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ അവളെ കൂടെ. എന്താന്നറിയില്ല ചായ, വല്ലാത്തൊരു പേടി പോലെ. വീണ്ടും പഴയ അവസ്ഥയിലുള്ള കാണേണ്ടി വരും എന്നുള്ളൊരു പേടി. ജീവ ഇങ്ങോട്ട് നോക്ക്. ഒന്ന് നോക്കടോ. അതിനെ കുറിച്ച് ഓർക്ക് എന്റെ കെട്ടിയോ തല പോയിക്കണ്ട. അതെ, എനിക്കൊരു പരിഭവം പറയാനാണ്. ആദ്യമായതിനു ശേഷം എന്റെ ഭാര്യ എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതെ, ആന്റി പറഞ്ഞത് മറന്നുപോയോ? 2 ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാനുള്ളത് വ്രതം പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇതൊന്നും പോയേ. ഞാൻ സമ്മതിക്കുന്നു. എന്തുവാടി, ഞാനിങ്ങനെ പട്ടിണി കിടന്ന് ചാവുന്നു. എനിക്കൊന്നും വയ്യ വ്രതം പിടിക്കാൻ. കിടന്നുറങ്ങി എനിക്ക് ഉറക്കം വരുന്നു. ഒരു കണ്ണിൽ നീർ കസിയ ഉദട്ട് വഴി ഉസിർ കസിയ ഉന്നാലെ സില അടത്തോട് വിഴുந்த இல அந்த அத்தோடு போவது போ நெஞ்சு உன்னோடுதான் பின்னோடுதே அடக்கால மரமும் காற்று மரமும் போகிறதே குறுக்கு சிறுத்தவளே என்ன குங்குமத்தில் கரைச்சவளே நெஞ்சில் மஞ்சத்திச்சு குடிக்கையில் என்ன கொஞ்சம் போசு தாயே. അയ്യേ, എവിടുന്നായി വൃത്തികെട്ട ശബ്ദം? ഈ കുരുപ്പോൾ ഉറങ്ങിയില്ലേ? അതെ, ഞങ്ങൾക്ക് ഭാവി കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ശരിയായില്ല. നിങ്ങൾ അച്ഛന്മാരുടെ അടുത്ത് പോ. ഞങ്ങൾക്ക് വന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. സാറാ, ബെഡ് കണ്ടില്ല, എല്ലാം കൂടി കിടന്ന് ഉറക്കമായി.
മായ, നീ എഴുന്നേറ്റോ? അതിനിടയ്ക്ക് നീ കുളിച്ച് റെഡിയായോ? ആ ഏട്ടത്തി, ഞാന് നേരത്തെ കുളിച്ചു. എന്നൊരു കാര്യം ചെയ്, ഇതെല്ലാം എടുത്താ മേശപ്പുറത്ത് വെച്ചേ. പിള്ളേരിപ്പൊ കഴിക്കാനായിട്ട് വരും. അല്ല, ഭാനു എന്തേ? ആ, ഭാനു ഏട്ടത്തി വേറെ കുട്ടികളായിട്ട് കൊളക്കട നിന്ന് കുളിപ്പിച്ചോണ്ടിരിക്കും. മൂന്നെണ്ണം എന്ത് വിഭൂതിയാന്ന്. പക്ഷെ സമയം പോണ ഇപ്പൊ വേറെ കുട്ടികളെ കിട്ടിയപ്പോ നമ്മളൊന്നും മൈൻഡ് ആക്കാറേയില്ല ഭാനു ഏട്ടത്തി. ആ, മതി മതി, മൂന്നാളും കേറിക്കേ. നല്ലപോലെ തല തുറത്തില്ലെങ്കിൽ ഉണ്ടല്ലോ പനി പിടിക്കും മൂന്നാൾക്കും. മീനിനൊക്കെ നമുക്ക് പിന്നെ ആഹാരം കൊടുക്കാം. ഇപ്പൊ എന്റെ ഈ 3 കുറുമ്പന്മാരെ വയറ് നിറയ്ക്കണ്ടേ? എന്നാവാ, പെട്ടെന്ന് പോവാം. ഗുഡ് മോർണിംഗ് കാശി. ഗുഡ് മോർണിംഗ്. നീ നേരത്തെ എഴുന്നേറ്റോ? എന്നെ കൂടെ വിളിക്കാത്തെന്താ? ഞാൻ നോക്കിയപ്പോ നീ നല്ല വർക്കായിരുന്നു, അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. നീ എന്തായാലും ഫ്രഷ് ആയിട്ട് താഴേക്കോ, ഞാൻ താഴെ കാണും. നീ എന്താടി അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കിയിരിക്കുന്നേ? അകത്തോട്ട് കയറാൻ പ്ലാനൊന്നും ഇല്ലേ? അനിയന്മാരെ കെട്ടിയോളമാരൊക്കെ ലണ്ടനിൽ നിന്ന് എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. ആ കാർ കിടക്കുന്നതുകൊണ്ടാ ഞാൻ നോക്കി നിന്നത്. എന്റെ പൊന്നാനിത്, ദൈവത്തെ ഓർത്തതെ അവരുടെ മുന്നിൽ വെച്ച് നിന്റെ തിരുവാന്ന് തുറക്കാതിരുന്നാ മതി. ഞാനൊന്നും പറയാൻ വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നതാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ കുഴപ്പം. നിങ്ങള് വന്നു? നിങ്ങൾക്ക് സുഖമല്ലേ? എത്ര വർഷമായിടാ കണ്ടിട്ട്. എനിക്ക് കഴിക്കാൻ എടുത്തു തരാം. അയ്യോ, ഞങ്ങൾക്കൊന്നും കഴിക്കാൻ വേണ്ട, ഞങ്ങള് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. എന്തായാലും അമ്മേ എനിക്ക് വേണം, അമ്മ എടുക്കും. ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം, അവിടെ വേണമെങ്കിൽ കഴിക്കട്ടെ. എന്നാ നിങ്ങൾ എവിടെ ഇരുന്ന് കഴിക്കും, എനിക്ക് വേണ്ട. പിന്നെ ഇവിടെ ഇപ്പൊ പുതിയ അതിഥികളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ കല്യാണത്തിന് മുന്നേ വയറ്റിലുണ്ടാക്കിയ ശീലമേ ഉള്ളൂ. അത് അമ്മയ്ക്കും അങ്ങനെ തന്നെ, മോൾക്കും അങ്ങനെ തന്നെയാണല്ലോ. അനിതേ, കുട്ടികളുടെ മുന്നിൽ വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പഴയതൊന്നും നീ ഓർത്തെടുക്കണ്ട. നിങ്ങളുടെ ഈ മരുമകൾക്ക് നന്നായിട്ട് അറിയാം അവളെ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ടല്ലേ ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുന്നത്. അനിത, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ തിരുവാ തുറക്കല്ലെന്ന്. നിന്റെ വാ അടച്ചൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിനക്ക് മൂന്നുപേരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ റൂമിൽ പോയിരുന്ന് കളിക്ക് പോ. സാറ, നീ ഒന്നും പറയാൻ പോണ്ട, അവരെന്തോന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോട്ടെ, നീ ഇരുന്ന് കഴിക്ക്. സൽക്കരിക്കേണ്ടവരൊക്കെ സൽക്കരിച്ചോ. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും താല്പര്യം. ഞാൻ എന്റെ റൂമിലേക്ക് പോവാ. നിങ്ങളോടൊന്ന് നിന്നേ. നാക്കിനെ എല്ലിണ്ടോന്ന് കരുതി എന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഈ പിഴച്ച നാക്ക് ഞാനങ്ങ് പിഴുതെടുക്കും. പഴയ സേറാവാൻ എനിക്ക് അധിക നേരമൊന്നും വേണ്ട. നിങ്ങളെ മൂന്നരും ഇവിടെ ഇരിക്കണം. ആ ഏട്ടാ വന്നിരിക്കും.
സിത്തു സോറിടാ, അതങ്ങനത്തെ ഒരു സാധനമാടാ. അവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല, വായി തോന്നി എന്തേലും പറഞ്ഞോണ്ടിരിക്കും. ഹരിയേട്ടാ അതൊന്നും കുഴപ്പമില്ല, അവൾ അപ്പോഴത്തേതിലൊന്ന് പറഞ്ഞതാ, സാരമില്ല ഹരിയേട്ടാ. എടാ സാറയോട് ഞാൻ സോറി ചോദിച്ചെന്ന് പറഞ്ഞേക്കും. എന്ത് ചെയ്യാനേടാ, അന്ന് അമ്മയുടെ ഒരു നിർബന്ധ പ്രകാരം കിട്ടേണ്ടി വന്നു. ഇന്ന് അനുഭവിക്കുന്നത് ഞാന്. എന്നാ നിങ്ങളിരുന്ന് സംസാരിക്കും, ഞാൻ പോയി പിള്ളേരെ ഒന്ന് കാണട്ടെ. നിങ്ങൾ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് വാങ്ങിയത് പോലുമില്ല. അതിനെന്താ ഹരിയേട്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ പോകുള്ളൂ. എന്ന് ഏട്ടൻ ചെല്ലേ, ഞങ്ങൾ വന്നേക്കാം. പാവം ഏട്ടന് നല്ല വിഷമമായിരുന്നു തോന്നുന്നു. नमः शम्भवे च मयो भवे च नमः शङ्कराय च मयस्कराय च नमः शिवाय च शिवतराय च. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞങ്ങൾ പോയി അർച്ചന എഴുപ്പിക്കാനുള്ള ചീട്ട് എഴുതിയിട്ട് വരും. ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ വന്ന് നിൽക്കണ്ട. വായട്ടത്തി നമുക്ക് പോയിട്ട് വരാം. ഭാനുവേട്ടത്തി വരുമ്പോഴേ ഞങ്ങള് ചീട്ട് എഴുതാൻ പോയെന്ന് പറഞ്ഞിരുന്നാ മതി. ഓക്കെ ആന്റി, ഞങ്ങള് പോയിട്ടോ. ഭാനുവേണ്ടി വരുമ്പോ ഞങ്ങളെ പറഞ്ഞേ. സാർ നീ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയി അവരെ വിളിച്ചിട്ട് വരാം. ആന്റിമാര് വരുമ്പോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് കയറാലോ. ശരിയാണ്, നിങ്ങൾ പോയിട്ട് ഞാനിവിടെ നിൽക്കാം. ആദി നീ എന്തിനാ കരയുന്നേ? ആദി കാര്യം എന്താന്ന് പറയാ. നീ എന്തിനാ കരയുന്നേ കുഞ്ഞെ? എന്ത് പറ്റി? വല്ലയിടത്തും വീണോ? എന്താടാ, എന്താന്ന് വെച്ച കാര്യം പറയും. ആദി കണ്ണു തുടക്കി, മമ്മിയല്ലേ പറയുന്നത്, കണ്ണു തുടക്കി. ഡാഡിക്ക് ഒന്നും സംഭവിക്കില്ല.